ആഗോളതലത്തിൽ നേരിടുന്ന വലിയ വെല്ലുവിളിയായ പ്രമേഹ രോഗത്തിനെതിരെ ബോധവൽക്കരണവുമായി പെരുമ്പടപ്പ് ഫാത്തിമ ഹോസ്പിറ്റൽ. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കൊച്ചിൻ വെസ്റ്റിന്റെ സഹകരണത്തോടെ ഫാത്തിമ ആശുപത്രിയിൽ സംഘടിപ്പിച്ച പ്രമേഹ ദിനാചരണത്തിന്റെ ഉദ്ഘാടനം കൊച്ചി മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ നിർവഹിച്ചു. ജീവിതശൈലിയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ കൊണ്ടാണ് പ്രമേഹ രോഗികളുടെ എണ്ണം ദിനംപ്രതി വർദ്ധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ജീവിതശൈലിയിൽ ചില മാറ്റങ്ങൾ വരുത്തിയാൽ ഒരു പരിധിവരെ പ്രമേഹത്തെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. IMA കൊച്ചിൻ വെസ്റ്റും പെരുമ്പടപ്പ് ഫാത്തിമ ആശുപത്രിയും സംയുക്തമായി സംഘടിപ്പിച്ച പ്രമേഹ ദിനാചരണം കൊച്ചി മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നഗരത്തിലെ പല സ്ഥലങ്ങളും വികസിച്ചത്, നമ്മുടെ നഗരത്തിലെ പല സ്ഥലങ്ങളും ആളുകളുടെ മുമ്പിൽ എടുത്തു പറയാൻ കഴിയുന്ന നിലയിലേക്ക് മാറിയതിന് പിന്നിൽ ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ചില ആതുരാലയങ്ങളുമാണ്. ഉദാഹരണത്തിന് വടുതലയിൽ, നിങ്ങളുടെ തൊട്ടടുത്ത് കിടക്കുന്ന വടുതല പ്രസിദ്ധമാകാൻ കാരണം ലൂർദ് ഹോസ്പിറ്റൽ അവിടെ വന്നപ്പോഴാണ്. എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് ഫാത്തിമ ഹോസ്പിറ്റലിന്റെ ഒരു സാന്നിധ്യം വളരെ വലുതാണ്. അതുകൊണ്ട് ഞാൻ 2 ഡോക്ടർമാരോട് മേയർ എന്ന നിലയിൽ നന്ദി പറയുന്നു. നിങ്ങളുടെ മറ്റെല്ലാ തിരക്കുകളും മാറ്റിവെച്ച് നിങ്ങൾ ഇന്നത്തെ ദിവസം ഈ ഹോസ്പിറ്റലിന് വേണ്ടി സമയം ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ അത് ഈ നാട്ടിലെ സാധാരണക്കാർക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നതായി ഞാൻ മനസ്സിലാക്കുന്നു. അതിന് നിങ്ങളോട് നന്ദി പറയുന്നു. IMA സെക്രട്ടറിയും ഫാത്തിമ ഓർത്തോപീഡിക്സ് വിഭാഗം തലവനുമായ ഡോക്ടർ ശ്രീഗണേഷ് കെ പ്രഭു യോഗത്തിൽ സ്വാഗതം ആശംസിച്ചു. 35 മുതൽ 40 വയസ്സ് കഴിഞ്ഞ എല്ലാ വ്യക്തികളും, എല്ലാ മലയാളികളും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങളുണ്ടാവും. അതിലെ ഏറ്റവും പ്രഥമ സ്ഥാനം അർഹിക്കുന്ന, ഏറ്റവും അധികം ബുദ്ധിമുട്ടുകളുണ്ടാകും, ജീവിതകാലം മൊത്തം നമ്മുടെ കൂടെ തന്നെ സഞ്ചരിക്കുന്ന, ധാരാളം കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു അസുഖം തന്നെയാണ് പ്രമേഹം അഥവാ ഡയബറ്റീസ്. ചടങ്ങിൽ ഡയറക്ടർ ഫാദർ സിജു ജോസഫ് പാലിയത്തറ അധ്യക്ഷനായി. നമ്മളൊരു 40 വയസ്സ് അല്ലെങ്കിൽ 35-40 വയസ്സ് വരെ എല്ലാവരും വലിയ ഓട്ടത്തിലാണ്. 40 വയസ്സ് കഴിയുമ്പോഴാണ് എന്തെങ്കിലുമൊക്കെ അസുഖം വരുമ്പോഴും ഒരു തളർച്ചയോ ക്ഷീണമോ ആയിരിക്കും നമ്മൾ പരിശോധനകൾക്ക് പോകും. ഈ 35-40 വയസ്സ് വരെയുള്ള സമയത്ത് ഓട്ടമെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു ജോലി സമ്പാദിക്കാനായിരിക്കാം, ചിലപ്പോൾ സ്വന്തമായിട്ടൊരു നല്ലൊരു വീട് വെക്കാനായിരിക്കാം, ചിലപ്പോൾ നല്ലൊരു വാഹനം വാങ്ങിക്കാനായിരിക്കാം. അപ്പോൾ ആ ഓട്ടത്തിനിടയിലായിരിക്കും ഒരു ദിവസം പെട്ടെന്ന് വണ്ടിയൊന്ന് നിന്ന് പോകുമ്പോഴാണ് നമ്മൾ പരിശോധനയ്ക്ക് വിധേയരാകുന്നത്. അപ്പോഴാണ് നമുക്ക് ഇങ്ങനെയുള്ള ചില ജീവിതശൈലി രോഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ അതിനെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഓട്ടത്തിലാണ് നമ്മളെല്ലാം. ഇന്ത്യൻ ഫുഡ് ആൻഡ് ആംഗിൾ സൊസൈറ്റി അംഗങ്ങളായ ഡോക്ടർ രാജേഷ് സൈമൺ, ഡോക്ടർ ഡെന്നിസ് ജോസ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ഡോക്ടർ KS അജയ്കുമാർ, HR ഹെഡ് സേവിയർ പൊള്ളയിൽ, അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ആന്റണി തൈവീട്ടിൽ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. തറവാട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിയ കട ഇത് തന്നെ. ഇനി ഒന്നും നോക്കണ്ട, കണ്ണടച്ച് വാങ്ങിച്ചോ. ഏത് ഐറ്റത്തിനും ഞാൻ ഗ്യാരണ്ടി. ചേന്നാട്, തലമുറകൾ കൈമാറുന്ന വിശ്വാസം. ചേന്നാട് ഇലക്ട്രിക്കൽസ്, തോപ്പുംപടി, കൊച്ചിൻ 5.